ഷാമി എന്ത് ഇതൊരു റെഡ്മി 30 Pro Plus അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങിയായിരുന്നില്ലേ? അത് വല്ല വിറ്റ് പോണണ്ടാടേ ഫോൺ. നല്ല ഫോണാണ് കേട്ടോ അത്. നത്തിങ് ഞാൻ നത്തിങ്, നീ നത്തിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നീ നിന്റെ ഫോണിന്റെ പ്രത്യേകത പറഞ്ഞു പറയേ. എന്റെ ഫോണിൽ ലൈറ്റ് കത്തും. അതല്ലേടേ നിന്റെ ചിപ്സെറ്റ് അത്. നീ വെച്ചിരിക്കുന്ന Dimensity 7200 Ultra, ഞാൻ വെച്ചിരിക്കുന്ന 7200 Pro. അവ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ചിപ്സെറ്റ് ആണ്. Pro എന്നും അൾട്ര എന്ന് പറഞ്ഞ ഇടിച്ചായിരുന്നു ഞാൻ വെച്ച്. പൈസ പറഞ്ഞോട് എത്ര രൂപയ്ക്ക് വിൽക്കണ? വില വന്ന് 24,000 രൂപ ഉള്ളി. അയ്യോ 32,000 31,000. പിന്നെ എന്റെ ഫോൺ കറക്റ്റായിരുന്ന നോഡ് C4 Snapdragon 7 Gen 3. സംഭവം തന്നെ കേട്ടോ. By the way, Motorola Edge 50 Proന്റെ പ്രൈസിംഗ് അറിയാലോ, 30,000 rupees. 7 Gen 3 കിടിലം ക്യാമറ, കിടിലം ഇൻ ഹാൻഡ് ഫീൽ, കർവ് ഡിസ്പ്ലേ എന്ന് പറയണ്ട. ഇറ്റ്സ് ടു ഗുഡ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഷോയൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞെങ്കിൽ മോനെടാ പോക്കോ യൊത്താന്തേ ഐ എം ഗെയിമിങ്. അവൻ ഇത്രയും മുതുക്ക് മോനോ? എടാ മോനെ, മാമന്മാർക്ക് നിന്റെ പുതിയ മോഡലിന്റെ വിലയൊന്ന് പറഞ്ഞു കൊടുത്തേ. 30,000 rupees. 30,000. UFS 4.0. LPDDR 5x RAM. ഏതാ ചിപ്സെറ്റ്? Snapdragon 8s Gen 3. 8s Gen 3യോ? കേട്ടല്ലോ, 8s Gen 3 കേട്ടാ. അല്ല അതിൻ്റെയൊക്കെ പോലത്തെ 7th 4th 5th ഒന്നും അല്ല. അയ്യാൻ്റെ പോന്നെ എന്തായാലും ഷായായിരുന്നു. അത് പിന്നെ നിന്ന് അഴിയണ്ട. പോവാ ഒത്തില്ല. ടമനടാ നീ പോയി അവിടെ നിന്ന് ഗെയിം കളിച്ചോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് Hello, welcome back to my channel. Call me Shazam Wines. Ladies and gentlemen, എൻ്റെ കയ്യിൽ പോക്കോ F6 എന്ന് പറയുന്ന ഫോൺ ആണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യുകയാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യം പോലും ഇല്ല എനിക്ക് ഫോൺ വെച്ചിട്ട്. മോശം ക്യാമറയെന്നോ സെൻസറെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല എന്ന് പറയേണ്ടി വരും. ബിക്കോസ് ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് മോട്ടോറോളയുടെ എഡ്ജ് 50 പ്രോയോ അല്ലെങ്കിൽ റിയൽമിയുടെ 12 Pro Plus ഒക്കെ ആയിരിക്കും ബെറ്റർ. ബിക്കോസ് ഇറ്റ് കംസ് വിത്ത് 3x ഒപ്റ്റിക്കൽ സെൻസർ. അത് വെച്ച് നമുക്ക് പോർട്രേറ്റ് മോഡ്സ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഗംഭീരമാണ്. സോ അത് രണ്ടിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. സോ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻ ഹാൻഡ് ഫീല് കിട്ടുന്ന, നല്ല വീഗൻ ലെതർ ഫിനിഷ് വരുന്ന, നല്ല കേർവ് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോൺ എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ ഡെഫിനറ്റ്ലി മോട്ടോറോള എഡ്ജ് 50 Pro അല്ലെങ്കിൽ റിയൽമി 12 Pro Plus. റിയൽമി 12 Pro Plusൽ ആഡ്സും ബ്ലോട്ട് വെയർസും ഉള്ളതുകൊണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മോശമാണ്. അവിടെയും മോട്ടോറോള വിൽ ബി എ ബെറ്റർ ചോയ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനായിട്ട് ദിസ് ഈസ് പ്യുവർലി ഫോർ ഗെയിമിംഗ്. ബിക്കോസ് പെർഫോമൻസും ഗെയിമിങ്ങും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. നല്ലൊരു ഡിസ്പ്ലേ പാനൽ അവർ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് നല്ലൊരു നല്ല കളർ ആക്യുറസി ഒക്കെ ഉള്ള നല്ലൊരു ഡിസ്പ്ലേ പാനലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് ഇതും കൊണ്ട് വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് 1200 nitsൻ്റെ ബ്രൈറ്റ്നസ് വരെ ഇത് പോകുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2500 വരുന്നത്. അറിയാലോ ഒരു പോയിന്റിൽ ഇനി അതിനെപ്പറ്റി പറയാം. ഇനി തൊട്ട് ഈ ചാനലിൽ പീക്ക് ബ്രൈറ്റ്നസിനെ പറ്റി സംസാരിക്കില്ല ഗൈസ്. പിന്നെ അതല്ലാതെ മാനുവലി നമുക്ക് കൂട്ടുകയൊക്കെ ആണെങ്കിലും നമുക്കൊരു 600-700 nits വരെ പോകുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. 120 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. ഡോൾബി വിഷൻ സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ഡിസ്പ്ലേ ഇസ് റിയലി ഗുഡ്. ഫ്ലാറ്റ് സ്ക്രീനാണ് വരുന്നത് ഫോർ ഗെയിമിംഗ്. അത് തന്നെയാണ്, ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സ്ക്രീൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫുൾ പ്ലാസ്റ്റിക്കി ആയിട്ടുള്ള ഒരു ബ്യാഡിയാണ് വരുന്നത് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ മൊത്തം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ഇത് ബാക്ക് പ്ലാസ്റ്റിക് ആണ്. ആൻഡ് വലിയ ക്യാമറ അറേസ് ആണ് വരുന്നത്. മറ്റേ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മുടുമുടാന്ന് പറഞ്ഞ് മറ്റേ കുടുങ്ങും എവിടെയെങ്കിലും വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ. വോബിൾ അത് തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഹൈപ്പർ OSൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഷവോമിയുടെ സാധനം ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ OS ആണ് വേണം. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ഉണ്ട്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ബ്ലോട്ട് വെയർസിനെ പറ്റി പറയാനാണെങ്കിൽ അവന്മാർ ഷവോമിയുടെ തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ മോർ ആപ്സിൽ ആമസോൺ, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, പിന്നെ ലിങ്ക്ഡിൻ, സ്പോട്ടിഫൈ ഒക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഗെയിംസ് അവർ ഇൻബിൽട്ടായിട്ട് തരുന്നുണ്ട്. ഒരു കാര്യമില്ല, അതൊക്കെ എടുത്ത് വിളയെ കളയാന്നേ ഉള്ളൂ. പിന്നെ പോക്കോ കമ്മ്യൂണിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബ്ലോട്ട് വെയർസ് ഒക്കെ ഉണ്ട്. ആഡ്സ് അധികം ഞാൻ കണ്ടില്ല, എൻകൗണ്ടർ ചെയ്തില്ല, എന്നാലും ഉണ്ട്. പിന്നെ ഗ്ലാൻസ് പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓഫ് ചെയ്തിടാം, നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്.
പിന്നെ ഗ്ലാൻസ് വരുന്നുണ്ട്, ഈ മറ്റേ വാൾ പേപ്പർ കാസറോൾ എന്നാണ് സാധനം, അതൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് നന്നാവും. ആൻഡ് ദിസ് ഈസ് പ്യുവർലി ഒരു ഗെയിമിംഗ് ഡിവൈസാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ആൻഡ് ത്രോട്ടിലിങ്ങൊന്നും ഒട്ടുമില്ല. ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു, നമ്മൾ ഏകദേശം 89% ആണ് നമുക്ക് ത്രോട്ടിലിംഗ്, ഫുൾ ഗ്രീനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് 3D മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 88% സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. പിന്നെ നമുക്ക് ബാറ്ററി ഡ്രെയിൻ വന്ന് 59% നിന്ന് 47%-ലോട്ടാണ് കുറഞ്ഞത്. പിന്നെ 49 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് ഹൈ ടെമ്പറേച്ചറിലോട്ട് പോകുന്നുണ്ട് 3D മാർക്ക് ചെയ്തപ്പോഴാണ്. പക്ഷേ റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ PUBG 120 FPS കളിച്ചായിരുന്നു. ഇതിൽ 120 FPS സപ്പോർട്ട് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ 8s Gen 3. ആൻഡ് ഐ തിങ്ക് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ BGMIയിലും 120 FPS വരും. പക്ഷേ 120 FPS കിട്ടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവന്മാർ തന്നെ പറയുന്നുണ്ട് ഫോൺ ഹീറ്റ് ആവുമെന്ന്, അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ അല്ലാത്ത വശം 5000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 90 watts ഫാസ്റ്റ് ചാർജിങ് പെട്ടിയിലകത്തുണ്ട് ഗൈസ്. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, ഒരു കേസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അത് കാണാൻ പറ്റുന്ന 90 watts ഫാസ്റ്റ് ചാർജിങ് ഇൻസൈഡ് ദ ബോക്സ് വരുന്നുണ്ട്. Type A to Type C കേബിളും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് വരുവാടെ, ഇത് സത്യത്തിൽ ഉള്ളതാണ്. അത്യാവശ്യം കുറച്ച് വോം ആവുകയും ചെയ്യും, കുറച്ച് നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിനിങ് 120 FPS വരുന്നുണ്ട്. ഗെയിമൊക്കെ കളിക്കാൻ വേറെ ലെവൽ തന്നെയാണ് ഈ ഫോൺ. അതല്ലാതെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ബാക്ക് ക്യാമറ വെച്ച് 4K 30 FPS 60 FPS സപ്പോർട്ട് ഉണ്ട്. ബാക്കിലുള്ള ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് EIS ഒക്കെ വരുന്നുണ്ട്. ഫോക്കസിങ് ഫോക്കസ് ഔട്ട്, ഫോക്കസ് ഇൻ, ഫോക്കസ് ഔട്ട്, ഫോക്കസ് ഇൻ, ഫാസ്റ്റ് ഫോക്കസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. മോന്ത എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഇങ്ങനത്തെ ഒരു ലുക്ക് വരും. ബാക്ക് ക്യാമറയുടെ മെയിൻ സെൻസർ അത്യാവശ്യം കുഴപ്പമില്ല. അതിൻ്റെ പ്രോസസ്സിങ് ആണെങ്കിലും ഒക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ 2x എന്ന് പറയുന്നത് മറ്റതാണ്. പിന്നെ ആർക്കും വേണ്ടാത്ത മറ്റേ അൾട്രാ വൈഡ്, അതിൽ നിന്ന് വലിയ ഗുണമൊന്നുമില്ല. എന്തായാലും 4K 30 FPS മെയിൻ ക്യാമറ വെച്ച് എടുക്കുക. ഫ്രണ്ട് ക്യാമറയിൽ 1080p ഉള്ളൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് നമ്മുടെ പോക്കോ F6 ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS വരെ കിട്ടത്തുള്ളൂ. 4K ഒന്നും കിട്ടൂല. ഇതാണ് എൻ്റെ ക്ലാരിറ്റി. ഞാൻ പറയില്ല, ഇതൊരു ഗെയിമിംഗ് ഫോണാണ് കേട്ടോ. ഇതിൽ ഫ്രണ്ട് ക്യാമറ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഭയങ്കര മറ്റേ വ്ളോഗ് ചെയ്യാനൊന്നുള്ള സംഭവമൊന്നുമല്ല. ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോയൊക്കെ ഫ്രണ്ട് ക്യാമറ ഒരു സാധാ ഫോട്ടോയും, ബാക്കിൽ ഒരു 8 MP അൾട്രാ വൈഡ് മറ്റേ കൂറ സാധനം, പിന്നെ 50 MP OIS, അതിനെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു 2x ആണ് വരുന്നത്. ക്യാമറയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെയിൻ സെൻസർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പോർട്രേറ്റൊക്കെ എടുക്കാൻ കൊള്ളാം. എന്നാൽ പോലും ഒരു പോർട്രേറ്റ് മോഡിന് വേണ്ടത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2x ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ 3x ഒപ്റ്റിക്കലോ ആണ്. അത് ഇതിൻ്റെ അകത്തില്ല. സോ ദിസ് ഈസ് നോട്ട് ബേസിക്കലി ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണല്ല. അതിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ മോട്ടോറോളയോ അല്ലെങ്കിൽ റിയൽമി 12 Pro Plus ഒക്കെ എടുക്കുക. ദിസ് ഈസ് പ്യുവർലി ഫോർ ഗെയിമിംഗ്. പക്ഷേ ഇതിന് വൺ സ്റ്റെപ്പും കൂടെ ഒരു പെർഫെക്റ്റ് ഗെയിമിംഗ് ഫോൺ ആക്കാമായിരുന്നു ഇഫ് ദേ ഹാവ് പ്രൊവൈഡഡ് വിത്ത്. അവരെന്തിനാണ് പോക്കോ F5 ഉണ്ടായിരുന്നൊരു സാധനമാണ് ഈ പറയുന്ന ഹെഡ്ഫോൺസ് ജാക്ക്. അതോ മരുന്നെടുത്ത് നിന്ന് കളഞ്ഞടേ, ഒരു കാര്യമില്ല. അത് എന്തോന്നടേ, നിങ്ങൾ ഗെയിമിംഗ് ഫോൺ ഉണ്ടാക്കിയിട്ട് അതെടുത്ത് കളയേണ്ടതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നത്? എനിക്കതാണ് മനസ്സിലായത്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലൗഡൊക്കെ തന്നെയാണ്. അതിൻ്റെ ലൗഡ് നിങ്ങൾ കണ്ടാണല്ലോ, ഇപ്പോൾ ക്യാപ്പിച്ച് തരാം, ഉണ്ടോ? ഈ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വേറെ ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. അതാണ്, ഇത് ഗെയിമിംഗ് ഫോണാണ്, അതല്ല വേറെ. പിന്നെ USB 2.0 ആണ് കൊടുത്തേക്കുന്നത്, USB 3.1 കൊടുക്കാമായിരുന്നു. എഗെയിൻ ഗെയിമിംഗ് ഫോണിനെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു ആ USB 3.1 ഇതും കൂടെ എടുത്തത്. ഇപ്പോൾ USB 3.1 ആണെങ്കിൽ പിള്ളേർക്ക് ഇത് മേടിച്ചിട്ട് മറ്റേ ഡിസ്പ്ലേ പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് ലൈവ് സ്ട്രീം പരിപാടിയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. അതാണ് 3.1 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോൺ ഇറങ്ങുമ്പം അതും ഹെഡ്ഫോൺസ് ജാക്കും ഇസ് മസ്റ്റ്. വയർലെസ്സിൽ കൂടെ കിട്ടുന്നത് പോലെ അല്ല. ഹെഡ്ഫോൺസ് ജാക്ക് നിങ്ങൾ F5 വരെ കൊടുത്തതാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തില്ല? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. പിന്നെ 2 years ഓഫ് മറ്റേ മാനുഫാക്ചറിങ് വാറണ്ടിയൊക്കെ ഷവോമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ മദർ ബോർഡ് ഇഷ്യൂ വരുമോ ഒന്നും എനിക്കറിയത്തില്ല. ലോങ് റണ്ണിൽ ഇതെന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഇത് പ്രൊഫഷണലി ഇത് മേടിക്കുന്ന, അതായത് ലോങ് റണ്ണിന് മേടിക്കുന്നവർ പ്ലീസ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങളിത് ഇതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാനൊക്കെ ഇതൊക്കെ ഒരു ഇനിഷ്യൽ രീതിയിൽ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ഇത് തട്ടും. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനിത് വിറ്റിട്ട് വേറെ ഫോൺ എടുക്കും.
അങ്ങനത്തെ റോളിങ്ങിലാണ് ഞാൻ നടക്കണേട. അല്ലാതെ എല്ലാ ഫോണും കളക്ട് ചെയ്ത് വെച്ചിട്ട് മെൻ്റലായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉള്ള കാശാണ് പോണതാണ്, എന്തായാലും വൺ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും യൂസ് ചെയ്യുന്നവർ പ്ലീസ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയും. ബിക്കോസ് നിങ്ങളുടെ ലോങ് റൺ എക്സ്പീരിയൻസ് ആണ് മെയിൻ. ആൻഡ് ആസ് ഫാർ എസ് ഐ നോ ദിസ് ഇസ് എ വെരി ഡീസൻറ്റ്, നല്ല അത്യാവശ്യം ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 5 hours to 6 hours ഓഫ് SOT കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. ബാറ്ററി ലൈഫിനെ പറ്റി പറയാനാണെങ്കിൽ മൈക്രോ SD കാർഡോ അങ്ങനെയൊന്നും പരിപാടിയൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല. വെരി പ്ലാസ്റ്റിക്കി കൈൻഡ് ഓഫ് എ ഫോൺ. ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഗെയിമിംഗ് ഫോൺ. അതല്ലാതെ വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. ആൻഡ് ലവ് യു ഗൈസ് സോ മച്ച്. ബൈ.